Good morning, all. Okay, good morning. Okay, നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? നമ്മുടെ ട്രേഡ് യൂണിയൻ അതിന്റെ ഡിഫറെന്റ് ടൈപ്സിലേക്കാണ് കടന്നിരിക്കുന്നത് അല്ലെ? ഇതുവരേക്കും വായിച്ചു നോക്കിയിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകള്? ഓക്കെയാണ്. വായിച്ചു പോകുന്നുണ്ടല്ലോ അല്ലെ? എന്നും വായിച്ചു പോകാനായിട്ട് തന്നെ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടു ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻ ജസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ? അവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ, അത് ഏതൊക്കെ രീതിയിലാണോ ഓൺ ദ ബേസിസ് ഓഫ് എ പർപ്പസ് ദെൻ ഓൺ ദ ബേസിസ് ഓഫ് എ മെമ്പർഷിപ്പ് സ്ട്രക്ചർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്കറിയാം വ്യത്യസ്ത രീതിയിലുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. അത് അവരവരുടെ ഉദ്ദേശം അനുസരിച്ചിട്ടുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. അതേപോലെ തന്നെ മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ ബേസിലുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ആണ് എങ്കിൽ നമുക്ക് റിഫോമിസ്റ്റ് യൂണിയനും അതിൽ റെവല്യൂഷണറി യൂണിയനും അങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട്. റിഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത് ബിസിനസ് യൂണിയൻ, അപ്ലിഫ്റ്റ് ഓർ ഫ്രണ്ട്ലി യൂണിയൻ ആണ്. നമുക്കറിയാം ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അതിലേക്ക് നമുക്ക് കിടക്കാം. Classification of a trade union on the basis of a purpose according to various purposes that they serve. Trade unions can be of the following types. First one പറയുന്നത് റിഫോമിസ്റ്റ് യൂണിയൻസ്. എന്താണ് ഈ റിഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്? അതായത് തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അല്ലെ ഒരുപോലെ അവരെ യോജിപ്പിച്ചു പോവാം. പ്രത്യേകിച്ച് നമുക്കറിയാം തൊഴിലുടമയ്ക്ക് യാതൊരു തരത്തിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുത്താതെ, അതായത് അവരുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു രീതി അവലംബിക്കുന്നവരാണ്. നോക്കാം, the main aim of a reformist union is to preserve the capitalist economy and to maintain such types of employee relations that can lead to competitive production. Okay, ആ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ ആ സാമ്പത്തിക വ്യവസ്ഥ തന്നെ നിലനിർത്തിക്കൊണ്ട് വരുന്ന അല്ലെ എന്തായാലും ഏത് തരത്തിലുള്ള മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിപണനത്തിനെ ഫേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ ഫേസ് ചെയ്യാനായിട്ട് അവിടെ തൊഴിലാളികളോടൊപ്പം നിലനിന്ന് പോകാന്നുള്ളതാണ്. This union also prefer to carry on the prevalent political, economic and social framework. അതായത് അതിൽ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ നല്ലൊരു, അതായത് തൊഴിലുടമയോട് ചേർന്ന വിധത്തിൽ തന്നെ യോജിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്ന ഒരു ഫ്രെയിംവർക്ക് ആയിരിക്കും യൂണിയനുകൾ കൈക്കൊള്ളുക. അവരെ എന്താ പറയാ തൊഴിലുടമയെ ഒരുപാട് ബാർഗെയിൻ ചെയ്തിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് എന്തെങ്കിലും എംപ്ലോയിക്ക് നേടിക്കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമല്ല. അവരോടൊപ്പം തന്നെ മുതലാളിത്ത വ്യവസ്ഥയോടൊപ്പം തന്നെ ഒന്നുചേർന്ന് അല്ലെ അവിടെ കോമ്പറ്റീഷൻ, അവിടെ വലിയ തർക്കങ്ങളൊന്നും കോൺഫ്ലിക്ട്സുകളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. നോക്കാം, these unions have further been divided into two subgroups. രണ്ട് സബ് ഗ്രൂപ്പുകളായിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കാം, ഫസ്റ്റ് വൺ പറയുന്നത് ബിസിനസ് യൂണിയൻസ് ആൻഡ് സെക്കൻഡ് വൺ ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ്. ഓക്കെ, അവിടെ നോക്കുകയാണെങ്കിൽ ബിസിനസ് യൂണിയനിൽ നോക്കുമ്പോൾ പറയുന്നത് such unions are set up in such an atmosphere where employer relations are harmonious. അതായത് തൊഴിലാളികളുടെ ആ ഒരു ബന്ധം അത് ഐക്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും അങ്ങനെ ഐക്യത്തോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു മൈൻഡാണ് ബിസിനസ് യൂണിയനിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. These unions include in a collective bargaining with the employers in order to safeguard the interest of the employees. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമയെ വെറുപ്പിക്കാതെ അല്ലെ അവിടെ എംപ്ലോയിയുടെ താല്പര്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക കൂടി ആര് ചെയ്യുന്നു?
ബിസിനസ് യൂണിയനുകൾ അവിടെ അവരുടെ ഇടപെടൽ കൊണ്ട് നടപ്പാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. The emphasis is laid on the craft rather than class. These unions give a greater preference to those negotiations and settlements which are voluntary instead of those which are reluctant in nature. Okay. അവിടെ തീർച്ചയായിട്ടും മനസ്സോടെ ആണ് എങ്കിലും അല്ലെ ആ ഒരു സമേതീയ തൊഴിലുടമ തൊഴിലാളികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ്. കാരണം അവരെ വെറുപ്പിക്കാതെ തന്നെ തൊഴിലുടമയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതെ അവരോട് ചേർന്ന വിധത്തില് അവരുടെ സമ്പ്രദായങ്ങൾ എന്താണോ അതിനോട് ചേർന്ന വിധത്തിൽ തന്നെയാണ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവിടെ എംപ്ലോയിക്ക് ഫേവറബിൾ ആയിട്ടുള്ള നിലപാട് എടുത്തിട്ട് പോകാനായിട്ടാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. നമുക്കറിയാം വലിയ കണ്ണിൽ കൂടി ഇടാതെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഏകീകരണയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ബിസിനസ് യൂണിയനുകൾ പ്രധാനമായിട്ടും അവിടെ പ്രവർത്തിക്കുന്നത്. റിഫോമിസ്റ്റ് യൂണിയൻസ് എന്ന് പറയുമ്പോൾ അതിലെ മനസ്സിലാക്കുക പരിഷ്കൃത യൂണിയനുകളാണ്. പരിഷ്കൃത യൂണിയനില് 2 യൂണിയനുകളുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ബിസിനസ് യൂണിയനും സെക്കൻഡ് വൺ ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻ. ഫ്രണ്ട്ലി ഏതാണ്? ബിസിനസ് യൂണിയനിൽ പ്രധാനമായിട്ടും പറയുന്നത് അവിടെ തൊഴിലുടമ തൊഴിലാളി റിലേഷൻഷിപ്പ് ഐക്യത്തോടുകൂടി ഹാർമോണിയസ് എന്നുള്ള ആ ഒരു നേച്ചറിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. കേസ് പ്രിഫറൻസ് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റിന് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും എന്നാൽ തൊഴിലുടമയെ വെറുപ്പിക്കാതെ അവരുടെ ആ ഒരു മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് പ്രാധാന്യത്തിന് നിലനിർത്തിക്കൊണ്ടുപോയിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ നടപ്പാക്കി കൊണ്ടുപോകുക എന്നുള്ള രീതിയാണ് ആ ബിസിനസ് യൂണിയന്റെ ഇടപെടൽ കൊണ്ട് സാധ്യമാകുന്നത്. ഓക്കെയാണോ ബിസിനസ് യൂണിയൻസ്? എന്താണ് റിഫോമിസ്റ്റ് യൂണിയൻ എന്നൊക്കെ ഉള്ളത്? Okay, yesterday I gave you. Okay. Then friendly or uplift unions. That are friendly or uplift unions in the these unions work with the intended to uplift the employees morally, socially, and intellectually. Okay. ബുദ്ധിപരമായിട്ടും അല്ലെങ്കിൽ നമുക്കറിയാം സോഷ്യൽ സാമൂഹ്യപരമായിട്ടും എല്ലാം അവിടെ ധാർമ്മികമായിട്ടൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ എടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. Such unions focus on welfare concerns of employees like health, insurance, education and other benefits. Okay, നമുക്കറിയാം ഈ യൂണിയന്റെ ഇടപെടലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോ കമ്പനിയൊക്കെ ഫോം ചെയ്യുമ്പോൾ കമ്പനിയിലൊക്കെ യൂണിയനുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽത്തിനൊക്കെ കുറച്ച് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ഇൻഷുറൻസ് പാക്കേജുകൾ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിനെ കുറച്ചും കൂടി ഡെവലപ്മെന്റ് അവരുടെ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ട്രെയിനിങ് പാക്കേജുകൾ എഡ്യൂക്കേഷൻ പാക്കേജുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ എംപ്ലോയീസിന് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. These unions are much more concerned about their interest of employees instead of being crafted conscious. Okay, നമുക്കറിയാം തീർച്ചയായിട്ടും ഇതിൽ കുറച്ചും കൂടി അവിടെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെന്നല്ലാതെ പ്രത്യേകം എടുത്തു പറയുന്നില്ല ബിസിനസ് യൂണിയനുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അതേസമയം ഫ്രണ്ട്ലി അപ്ലിഫ്റ്റ് യൂണിയനില് പ്രധാനമായിട്ടും പറയുന്നുണ്ട് അവരുടെ ഇൻഷുറൻസ്, അവരുടെ ആരോഗ്യത്തിന്, അവരുടെ എഡ്യൂക്കേഷന് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ താല്പര്യം നടത്തുന്ന ഒരു യൂണിയനുകളാണ് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ് എന്ന് പറയുന്നത്. Okay, then these unions inspire the workers for cooperative enterprises and profit sharing along with the collective bargaining and mutual insurance. Okay, അത് മാത്രമല്ല നമുക്കറിയാം കേസ് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ ബിസിനസ് പോകുന്നുണ്ടെങ്കിലൊക്കെ എംപ്ലോയിക്കും കൂടി അർഹതപ്പെട്ടതെന്നുള്ള ഒരു നിലപാടില്ലേ അവർക്കും കൂടി കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസെന്റീവ്സോ എന്തെങ്കിലുമൊക്കെ കുറച്ച് രീതിയിലുള്ള അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ എംപ്ലോയീസിനും ലഭ്യമാക്കി കൊടുക്കാനായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ആ യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ് മ്യൂച്വൽ ഇൻഷുറൻസ് പാക്കേജ് ഇരുകൂട്ടരുടെയും കോൺട്രിബ്യൂഷൻ തൊഴിലുടമയുടെയും തൊഴിലാളികളുടെയും ഒരു നിശ്ചിത കോൺട്രിബ്യൂഷനോട് കൂടിയിട്ടുള്ള ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ രൂപപ്പെടുത്താനൊക്കെ ആയിട്ട് ഈ യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള യൂണിയനെയാണ് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം റിഫോമിസ്റ്റ് യൂണിയനുകൾ എന്താണ് പ്രിസർവ് ദ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആൻഡ് മെയിൻറ്റെയിൻ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന യൂണിയനാണ് ഓർത്തിരിക്കുക. ഓക്കെ, അതായത് തൊഴിലുടമയെ ഒരുപാട് വെറുപ്പിച്ചിട്ട് അവരിൽ നിന്ന് എന്താ പറയാ എല്ലാം എന്തെങ്കിലും സ്ട്രൈക്കും ലോക്കൗട്ട് ഒക്കെ നടത്തി നേടിയെടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അവരോടൊപ്പം തന്നെ കൂടിച്ചേർന്നുകൊണ്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഫേവറബിൾ ആയിട്ട് എംപ്ലോയീസിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. സോ ആ പോയിന്റ് മാർക്ക് ചെയ്ത് പോവുക. റിഫോമിസ്റ്റ് യൂണിയന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്
reformist union is to preserve the capitalist economy and maintain അല്ലെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതില് രണ്ട് രീതിയിലുള്ള യൂണിയനുകൾ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ്? ബിസിനസ് യൂണിയൻസും ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസും. അപ്പൊ ഇൻ കേസ് ഫ്രണ്ട്ലി യൂണിയൻസിന്റെ മറ്റൊരു പേര് എന്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക അപ്ലിഫ്റ്റ് യൂണിയൻസ് ഒക്കെയാണ്. ഓക്കെ, ഇനി അപ്ലിഫ്റ്റ് ഓർ ഫ്രണ്ട്ലി യൂണിയൻസിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് മോർ കൺസേൺഡ് അബൌട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഇൻസ്റ്റീഡ് ഓഫ് ബീയിങ് ആഫ്റ്റർ കോൺഷ്യസ്നസ്. അതേമാതിരി തന്നെ ഹെൽത്ത് അല്ലെ, ഹെൽത്ത് ഇൻഷുറൻസ് എഡ്യൂക്കേഷൻ അത്തരത്തിലുള്ള ബെനഫിഷ്യൽ പാക്കേജുകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. പ്രോഫിറ്റ് ഷെയറിങ് അല്ലെ, എന്തെങ്കിലും കളക്റ്റീവ് ബാർഗെയിനിങ്, അതായത് നമുക്കറിയാം വിലപേശിയെങ്കിലും എംപ്ലോയിക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും പ്രോഫിറ്റിന്റെ ഭാഗം വേണമെങ്കിൽ അതിന് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന യൂണിയനാണ് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ഒന്ന് ചെയ്ത് പോവുക. ഓക്കെ അല്ലേ? റിഫോമസ്റ്റ് യൂണിയൻസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? ക്യാപിറ്റലിസ്റ്റ് അതായത് തൊഴിലുടമയോട് ചേർന്ന വിധത്തിൽ പ്രവർത്തിച്ചിട്ട് എംപ്ലോയിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ടാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അല്ലെ, അത് അതിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടാണ് അവര് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? വേറല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാം. ണോ? യെസ്. അപ്പൊ നമ്മൾ കണ്ടതില് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസില് റിഫോമിസ്റ്റ് യൂണിയൻ ആണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റെവല്യൂഷണറി യൂണിയൻ. പേര് കേൾക്കുന്ന മാതിരി തന്നെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ള യൂണിയൻസ് ആണ്. അതായത് വിപ്ലവാത്മകമായ രീതിയിൽ ആക്ഷനുള്ള യൂണിയനാണ് എന്തെന്ന് പറയുന്നത് റെവല്യൂഷണറി യൂണിയൻ. നോക്കാം എന്താണ് ഈ റെവല്യൂഷണറി യൂണിയന്റെ പ്രത്യേകത. റെവല്യൂഷണറി യൂണിയൻസ് ആർ ബേസ്ഡ് ഓൺ ദ വൈഡ്ലി പ്രിഫേർഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ, പീപ്പിൾസിന് ജനങ്ങൾക്ക് നല്ല അല്ലെ, അതിന് ജനങ്ങളുടെ തത്വാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ബേസ്ഡ് ഓൺ ദീസ് their prime motive is to replace the prevalent system with new and entirely different institutions. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷന് അതിൻ്റെതായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റിമറിച്ചിട്ട് അല്ലെ ജനങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ്, അതായത് എംപ്ലോയീസിനൊക്കെ കൂടുതൽ അല്ലെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ സിസ്റ്റത്തിന് തന്നെ ചെറിയ ചേഞ്ചിങ് ഒക്കെ, ഘടനയ്ക്ക് തന്നെ ഒരു ചെറിയ ചേഞ്ചിങ് ഒക്കെ വരുത്തി എംപ്ലോയീസിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് പ്രവർത്തിക്കുന്ന യൂണിയനാണ് എന്ന് പറയുന്നത് റെവല്യൂഷണറി യൂണിയൻ. ഓക്കെ, ചെറിയൊരു ഡിഫറൻസ് മനസ്സിലായി കാണാം. നമ്മള് പഠിച്ചതില് എന്താണ് നമ്മൾ ആദ്യം പഠിച്ചു എന്താണ് റിഫോമിസ്റ്റ് യൂണിയൻ. അതിൽ നിന്ന് അത് തീർച്ചയായിട്ടും അതിൽ പറയുന്നത് തൊഴിലുടമയോട് ചേർന്ന വിധത്തിലുള്ള പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ്. അതേസമയം ഇവിടെ റെവല്യൂഷണറി യൂണിയനിൽ പറയുന്നത് അല്ലെ, അവിടെ പ്രധാനമായിട്ടും പറയുന്നത് ടു റീപ്ലേസ് ദ പ്രിവാലന്റ് സിസ്റ്റം വിത്ത് ന്യൂ ആൻഡ് എൻറ്റയർലി ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചില തത്വാധിഷ്ഠിതമായ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. The purpose of such union is to establish the socialistic and communistic system by abolishing private property and the system of a capitalist. മുതലാളിത്ത വ്യവസ്ഥ, സമ്പത്ത് വ്യവസ്ഥ, അല്ലെങ്കിൽ അവിടെ എന്താണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെ, അത് സ്വകാര്യ സ്വത്ത് അത് വിനിയോഗം ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള രീതി, അത് ആ രീതി ഫോളോ ചെയ്ത് മാത്രമാണെന്നുള്ള തത്വാധിഷ്ഠിതമായ കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കാനായിട്ടായിരിക്കും ഈ യൂണിയനൊക്കെ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കുന്നത്. Such unions are divided in the following 4 groups. Okay, ഈ യൂണിയന് 4 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളായിട്ടാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പൊ റെവല്യൂഷണറി യൂണിയനിൽ ഏതൊക്കെ 4 ഗ്രൂപ്പുകളാണെന്നത് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് വൺ പറയുന്നത് പൊളിറ്റിക്കൽ യൂണിയൻസ്, then second one anarchist unions, then third one predatory unions, and then fourth one dependent unions. ഇപ്പൊ യൂണിയൻസിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്. അത് ആ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ള രീതിയിൽ തന്നെ ക്രമമായി തന്നെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അതിൽ റെവല്യൂഷണറി യൂണിയൻസിൽ പറയുന്ന ഹെഡിങ്സുകളെ മസ്റ്റായിട്ട് മനസ്സിലാക്കുക. എന്താണ് റെവല്യൂഷണറി യൂണിയൻസിൽ പറയുന്ന 4 ഗ്രൂപ്പുകൾ? പൊളിറ്റിക്കൽ യൂണിയൻസ്, അനാർക്കിസ്റ്റ് യൂണിയൻസ്, പ്രീഡേറ്ററി യൂണിയൻസ് ആൻഡ് ഡിപെൻഡന്റ് യൂണിയൻസ്. അതിൽ പൊളിറ്റിക്കൽ യൂണിയൻസ് എന്താണ്? പൊളിറ്റിക്കൽ യൂണിയൻസിൽ പറയുന്നത്
Such unions derive their strength from political actions for protecting the interest of workers. These unions work in order to reduce the difference between the wages of different workers. Okay. Such unions derive their strength from political actions for protecting the interest of workers. Okay. അവിടെ വർക്കേഴ്സിന്റെ താല്പര്യങ്ങൾക്ക് അതിന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലാണ് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ യൂണിയനിൽ വരുന്നത്. These unions work in order to reduce the difference between the wages of different workers. തീർച്ചയായിട്ടും നമുക്കറിയാം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ എങ്കിൽ തന്നെ അല്ലെ ചിലർക്കൊക്കെ എന്തെങ്കിലും വിവേചന ഡിസ്ക്രിമിനേഷൻ ഒക്കെ കൈകാര്യം ചെയ്ത് അല്ലെ വിവേചനാത്മകമായ രീതിയിലൊക്കെ വർക്കേഴ്സിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ വേജസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നതൊക്കെ അല്ലെ ചിലർക്ക് സാലറി കൂട്ടി കൊടുക്കുന്നു, ചിലർക്ക് സാലറി അല്ലെ ഒരേ നേച്ചറിലുള്ള ഒരേ എക്സ്പീരിയൻസും ഒരേ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ അവർക്ക് എന്താണ് ഡിഫറെന്റ് രീതിയിലുള്ള ഒരു സാലറി പാക്കേജ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിലൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ അത് പാർട്ടിയും ചെയ്യും. Okay, these unions work in order to reduce the difference between the wage of different workers. Okay, അത് കുറച്ചുകൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വിവേചനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരുവാനൊക്കെ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് പൊളിറ്റിക്കൽ യൂണിയനുകളുടെ പ്രവർത്തിക്കുന്നത്. ചിലർക്ക് ചില കമ്പനികളിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാവും അല്ലെ അവരുടെ ബന്ധപ്പെട്ട വ്യക്തികൾക്കൊക്കെ അവർക്ക് സാലറിയിലൊക്കെ വേരിയേഷൻസ് ഒന്നും വരത്തില്ല, അവർ നല്ല രീതിയിലൊക്കെ സാലറി കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ കൂട്ടി കൊടുക്കേണ്ട സമയമൊക്കെ ആണെങ്കിൽ കൂട്ടി കൊടുക്കും. അതേസമയം എന്താ ഹാർഡ് വർക്ക് ചെയ്യുന്ന അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും അല്ലെങ്കിൽ ആ ഒരു വേരിയേഷൻ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം സിസ്റ്റത്തിനെ തന്നെ മാറ്റി മറിക്കാനായിട്ട് ഇവിടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ നോക്കുകയാണെങ്കിൽ അനാർക്കിസ്റ്റ് യൂണിയൻസ്. Okay, അവരും എന്താണ് ചെയ്യുന്നത്? അനാർക്കിസ്റ്റ് യൂണിയൻസ് ആർ ദോസ് യൂണിയൻസ് which attempt to demolish the prevalent economic system through revolutionary measures. Okay, നേരത്തെയുള്ള സാമ്പത്തിക ഒരു രീതി തന്നെ സമ്പ്രദായം തന്നെ മാറ്റിമറിക്കുക, വിപ്ലവാത്മകമായ രീതിയിലൊക്കെ ചേഞ്ചസ് അല്ലെ അവിടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോ അല്ലെ ഒരു മുതലാളിത്ത വ്യവസ്ഥയൊക്കെ ഉള്ള രീതികളിൽ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെയുള്ള തൊഴിലാളികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതിയൊക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. സോ അത് മൊത്തത്തിൽ തന്നെ മാറ്റി പറിക്കാനൊക്കെ ആയിട്ടായിരിക്കും അനാർക്കിസ്റ്റ് യൂണിയനുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അതൊക്കെ പോയിന്റ് ബേസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. അനാർക്കിസ്റ്റ് അല്ലെ ഡാഷ് യൂണിയൻസ് ആർ those which attempt to demolish the prevalent economic system through revolutionary measures. വിപ്ലവകരമായ രീതിയിലുള്ള മെഷർമെന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് അല്ലെ പഴയ രീതിയിലുള്ള അവരുടെ എക്കണോമിക് സമ്പ്രദായത്തിനെയൊക്കെ ഡിമോളിഷ് ചെയ്യാൻ ഒഴിവാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന യൂണിയൻ ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്തുവെക്കുക, അത് അനാർക്കിസ്റ്റ് യൂണിയനാണ്. ഓക്കെ അല്ലേ? എന്താണ് പൊളിറ്റിക്കൽ യൂണിയൻ എന്നും അനാർക്കിസ്റ്റ് യൂണിയൻ എന്ന് മനസ്സിലായോ? ശരിയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം പ്രീഡേറ്ററി യൂണിയൻസ്. എന്താണ് പ്രീഡേറ്ററി യൂണിയൻസിൽ പറയുന്നത്? Such unions do not follow any fixed methodology to work upon. They do not remain confined to just one method and keep on finding new means. Okay, അവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഇല്ല അല്ലെ, അവിടെ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങളൊക്കെ വരുന്നോണ്ടേയിരിക്കുന്ന ഒരു രീതിയാണ് ആരംഭിച്ചു പോകുന്നത്. നമുക്ക് അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് they can implement any technique which they feel can result in employee welfare, various types of predatory unions. നമുക്കറിയാം എംപ്ലോയിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള മെത്തേഡ്, അത് ഏത് മെത്തേഡ് ആണെന്നൊന്നുമില്ല, ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. അത് അതിൽ പ്രധാനമായിട്ട് പറയിക്കുന്നത് എംപ്ലോയിയുടെ വെൽഫെയർ ആണ്, തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് പ്രവർത്തിക്കുന്നത്. അപ്പൊ പ്രീഡേറ്ററി യൂണിയൻസിൽ അതനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അല്ലെ ഇവിടെ പറയുന്നുണ്ട് ഇംപ്ലിമെന്റ് എനി ടെക്നിക് വിത്ത് ദേ ഫീൽ can result in employee welfare, various types of predatory unions. നോക്കുകയാണെങ്കിൽ ഹോട്ട് ഓഫ് യൂണിയൻസ് ആൻഡ് ഗറില്ല യൂണിയൻസ് ആണ്. അല്ല ഹോട്ട് ഓഫ് യൂണിയൻസ് പറയുന്നത് in large industrial centers which also works as the business unions, such a union is to be found. These unions do look like conventional unions and pay attention to establishing contrast between workers and the management industry. Okay, ഇവരുടെയും അല്ലെ താല്പര്യങ്ങൾ അവിടെ തീർച്ചയായും നമുക്കറിയാം ഒരുപാട് നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഇഷ്യൂസുകൾ ഇവര് എന്താ പറയുക എംപ്ലോയീസ് ബന്ധം അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് പോകുന്നത് ഏതൊരു സ്ഥാപനത്തിനും മുതൽക്കൂട്ടാണ് അല്ലെ.
നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അല്ലെ ഗോളുകളൊക്കെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് അല്ലെ. അപ്പൊ these trade unions operate through active bargaining and claim in respect to law, order and the employer-employee agreements. ഓക്കെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം റെസ്പെക്ട് കൊടുത്ത് തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് നിയമങ്ങളൊക്കെ മാനിച്ച് അല്ലെ, അതേമാതിരി തന്നെ അവരുടെ അഗ്രിമെന്റ്സിലുമൊക്കെ ഫുൾഫില്ല് ചെയ്ത് അവിടെ അതൊക്കെ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പരിഹരിച്ചു പോവുക എന്നുള്ളതൊക്കെയും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൈകാര്യം ചെയ്തു പോകുന്നത്. However, in practical terms, they do not follow any standard principles and there is no genuine concern for the rights and welfare of the non-members of it. ഓക്കെ, അവിടെ തീർച്ചയായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ അവിടെ എഗ്രിമെന്റ് ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ, ലോകളൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ്. പക്ഷെ അതിനുള്ളിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനും മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടപ്പാക്കുന്നുണ്ട് അല്ലെ. കാരണം ജെന്യുനായിട്ട് സത്യസന്ധമായിട്ട് തന്നെ എംപ്ലോയിക്ക് കിട്ടേണ്ട എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ കിട്ടുന്നില്ല, തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് യൂണിയനുകൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഗറില്ല യൂണിയനും കൂടി നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ അപ്പ് ആവും. Such unions work on concept of non-corporation with the management of the company. In other words, it can be said that these unions work on an undisclosed and fairness method of negotiation. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോൾഡപ്പ് യൂണിയൻസിൽ അവര് എന്താണ് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തില്ല എങ്കിൽ അത് ഇടപെട്ട് തന്നെ കൊടുക്കുന്ന ഒരു രീതിയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഗറില്ല യൂണിയനിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ കോർപ്പറേഷൻ ആണ് അല്ലെ, വളരെ സഹവർത്തിത്വത്തോടു കൂടിയിട്ടുള്ള ഒരു മനോഭാവമല്ല അവിടെ സ്വീകരിച്ചു പോകുന്നത്. These unions work on undisclosed and fairness method of negotiation. ചർച്ചകളൊന്നും ഇല്ലാതെ അല്ലെ, അവരുടെ അവകാശങ്ങൾ എന്താണ് അതോ എന്ത് ചർച്ചയൊന്നും സംഘടിപ്പിക്കാതെ തന്നെ നേടിക്കൊടുക്കുക എന്നുള്ള രീതിയാണ് അവിടെ ഫോളോ ചെയ്തു പോകുന്നത്. These unions are opposite to that of hold-up unions. Hold-up യൂണിയന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ് ഗറില്ല യൂണിയൻ എന്ന് പറയുന്നത്. As they always operate against the employers. തൊഴിലുടമയോട് എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത് അല്ലെ. അതായത് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യാതൊരു ചർച്ചയുടെയും ആവശ്യമൊന്നുമില്ല, അത് അവർക്ക് കൊടുക്കണം അല്ലെ എന്നുള്ള ഒരു മനോഭാവമാണ്. എന്താ പറയുക, മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഫോളോ ചെയ്യുന്ന രീതിയാണ് അവർ കൈകാര്യം ചെയ്തു പോകുന്നത്. കേസ് അതേസമയം ഹോൾഡപ്പ് യൂണിയനിലൊക്കെ ആണെങ്കിൽ ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിച്ച് എഗ്രിമെന്റിലൊക്കെ ഒരു ഭേദഗതികളൊക്കെ വരുത്തി അല്ലെ ഇരു കൂട്ടർക്കും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതികൾ കൈകാര്യം ചെയ്ത് പോകാനൊക്കെ ആയിട്ടായിരിക്കും ശ്രമിക്കുന്നത്. അതേസമയം ഗറില്ല എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. The leaders of such unions are dishonest, untrustworthy, irresponsible and quite tough in attitude. അതായത് അതിന്റെ ലീഡേഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അല്ലെ അവരുടെ മനോഭാവങ്ങളൊക്കെ സ്വാർത്ഥി അല്ലെ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്പോണസ്റ്റ് ആയിട്ടുള്ള രീതി. കാരണം അവർക്ക് എന്താ പറയാ പെട്ടെന്ന് മുറി അങ്ങനെയൊക്കെയുള്ള ഒരു രീതി അല്ലെ. അവിടെ യൂണിയൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് എന്തെങ്കിലും ഫേവറബിൾ ഉണ്ടെങ്കിൽ അത് അതിനപ്പുറം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു രീതി അവലംബിക്കുന്ന ഒരു യൂണിയനാണ് ഗറില്ല യൂണിയൻ എന്ന് പറയുന്നത്. Okay, the leaders of such unions are dishonest, untrustworthy, irresponsible and quite tough in attitude. These unions are pressure factors and violence to get their demands fulfilled. അവരുടെ ഡിമാൻഡ്സുകളൊന്നും ഫുൾഫില്ല് ചെയ്തില്ലെങ്കിൽ അവരുടെ വയലൻസ് ആക്കുന്ന ഒരു രീതിയായിരിക്കും ഉണ്ടാവുക അല്ലെ. ഗറില്ല യൂണിയൻസിന്റെ പ്രത്യേകത നമുക്കറിയാം, അവർ കുറച്ചും കൂടി അല്ലെ വയലന്റ് ആയിട്ടുള്ള യൂണിയനാണ്. അങ്ങനെ ഒരു യൂണിയൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഫേവറബിൾ ആയിരിക്കും. പക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ മാതിരി അല്ലെ എന്തെങ്കിലുമൊക്കെ നടക്കാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു യൂണിയനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? മാനേജ്മെന്റ് ആയിട്ട് ഒരു ചർച്ച സംഘടിപ്പിച്ച് നല്ല എഗ്രിമെന്റ് ഒക്കെ ഫുൾഫില്ല് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് ഹോൾഡപ്പ് യൂണിയനിൽ. പക്ഷെ എനിവേ എംപ്ലോയീസിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ജെന്യുയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടപ്പാക്കി മസ്റ്റായിട്ട് നടപ്പാക്കി പോകുന്ന ഒരു രീതിയാണ് ഹോൾഡപ്പ് യൂണിയനിൽ വരുന്നത്. തീർച്ചയായിട്ടും അവിടെ എന്താണ് കണ്ണിൽ പൊടിയിട്ടിട്ടാണെങ്കിലും എംപ്ലോയറിനോട് കൂട്ടിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകാൻ അല്ലെ, അവിടെ ഒത്തൊരുമയോട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം ഗറില്ല യൂണിയനിൽ അങ്ങനെയൊന്നുമില്ല. തീർച്ചയായിട്ടും ആ യൂണിയന്റെ പ്രവർത്തനത്തിൽ അല്ലെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അത് ഫുൾഫില്ല് ചെയ്തെടുക്കണം എന്നുള്ള ഒരു വാശി അല്ലെ ആ ഒരു രീതി ഫോളോ ചെയ്ത് പോകുന്ന ഒരു യൂണിയനാണ് ഗറില്ല യൂണിയൻ.
ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് പ്രീഡേറ്ററി യൂണിയൻസ് എന്നുള്ളത്? ആണോ? ക്ലിയർ ആണോ? പ്രീഡേറ്ററി യൂണിയൻസിലെ ഹോൾഡ് അപ്പ് യൂണിയൻസ്, ഗറില്ല യൂണിയൻസ്, അങ്ങനെ രണ്ട് ഡിവിയേഷൻസ് ഉണ്ട്. ഓക്കെ ആണോ? ഇവിടെ പറയേണ്ടതുണ്ടോ? ശരിയാണ്. യെസ്. ഇനി നമുക്ക് ലാസ്റ്റ് വൺ നോക്കാം, ഡിപെൻഡന്റ് യൂണിയൻസ്. According to Professor Huxley, there is one more type of unions which is known as a dependent union. ഓക്കെ, ഒന്നോരധികമോ യൂണിയനുകൾ അല്ലെ, നമുക്കറിയാം. ചിലപ്പോ എന്താ പറയാ, ഗറില്ലയുടെ ഒരു നേച്ചർ ഉണ്ടാവും. അതേസമയം നല്ല മര്യാദക്കാരാണെന്ന് വെച്ചാൽ മര്യാദക്കാരാണ് എന്നുള്ളൊരു നേച്ചർ ഫോളോ ചെയ്യുന്ന രീതി അല്ലെ, അങ്ങനെയുള്ള ഒന്ന് രണ്ട് രീതി വഴി ഫോളോ ചെയ്ത് പോകുന്ന യൂണിയനുകളാണെങ്കിൽ ഡിപെൻഡന്റ് യൂണിയൻസ് ആണ്. കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് such union is that it depends on any other forms of unions, either fully or partially. അല്ലെ, അത് ചിലപ്പോ ഒരു ഭാഗം പുള്ളി നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഗറില്ലയുടെ ഒരു നേച്ചറാണെന്ന് തോന്നിപ്പോകും. അതേസമയം ചില ടൈമിലെടുത്ത് നോക്കുമ്പോൾ ഹോൾഡ് അപ്പ് യൂണിയന്റെ നേച്ചറാണെന്ന് തോന്നിപ്പോകുന്ന ഒരു രീതിയാണ് എന്താ ഡിപെൻഡന്റ് യൂണിയന്റെ. ഓക്കെ, ഈ യൂണിയന്റെയും കൂടി ഒരു നേച്ചർ കൂടി ഉള്ള ഒരു രീതിയാണെങ്കിൽ അത് ഡിപെൻഡന്റ് യൂണിയൻ ആയിട്ട് മാറും. ഓക്കെ, പൊളിറ്റിക്കൽ യൂണിയൻ നമ്മൾ പറഞ്ഞു, പൊളിറ്റിക്കൽ സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാം. പ്രത്യേകിച്ച് വേജസുമായി വരുന്ന ഡിവിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോകുന്നതിന്. അനാഹരിച്ചുപോയ യൂണിയൻ എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു demolish the prevalent economic system അല്ലെ, അവിടുത്തെ നേരത്തെയുള്ള ആ ഒരു എക്കണോമിക് സമ്പ്രദായങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു രീതിയാണ് അനാഹരിച്ച് യൂണിയനിൽ ഫോളോ ചെയ്തു പോകുന്നത്. പ്രിഡേറ്ററി യൂണിയൻ എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു അല്ലെ, അവിടെ ഫൈൻഡിങ് ന്യൂ മീൻസ് ആണ് ഈ ഒരു മാനദണ്ഡമാണ് അതിൽ വരുന്നത്. അതിൽ പ്രധാനമായിട്ട് രണ്ട് യൂണിയനുകളുണ്ട്, ഹോൾഡ് അപ്പ് യൂണിയൻസും ഗറില്ല യൂണിയൻസും. ഹോൾഡ് അപ്പ് യൂണിയൻ എന്ന് പറയുമ്പോൾ വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ തൊഴിലുടമ മാനേജ്മെന്റ് ഒക്കെയുള്ള എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ നോക്കി ഫുൾഫില്ല് ചെയ്ത് വലിയ ഫേവറബിൾ ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ എംപ്ലോയീസിന് പ്രിഫറൻസ് കൊടുത്തിട്ട് അല്ലെ, അപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ പരിശീലിച്ചു പോകുന്ന യൂണിയനുകളാണ് ഇത്. ഗറില്ല യൂണിയൻ എന്ന് പറയുമ്പോൾ നോ കോർപ്പറേഷൻ എന്നുള്ളൊരു രീതി അല്ലെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുന്ന യൂണിയനുകളാണ് ഗറില്ല യൂണിയൻ. ഓക്കെ ആണോ? ജസ്റ്റ് ആ ഒരു മീനിങ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തേരെ. നോ കോർപ്പറേഷൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ അതെന്താണ്, ഇതല്ലെങ്കിൽ റൂളുകളൊക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അല്ലെ, എഗ്രിമെന്റ്സിനൊക്കെ ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ പോകുന്ന യൂണിയനൊക്കെ ആണെങ്കിൽ ഹോൾഡ് അപ്പ് യൂണിയനുകളാണ്. പ്രിഡേറ്ററി യൂണിയന്റെ രണ്ട് ഡിവിയേഷൻസ് എന്ന് പറയുന്നത് ഹോൾഡ് അപ്പ് യൂണിയൻസ് ആൻഡ് ഗറില്ല യൂണിയൻ ആണ്. അനാർക്കിസ്റ്റ് യൂണിയനൊക്കെ അത് ജസ്റ്റ് അത് തന്നെയായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഏതെങ്കിലും യൂണിയനുകൾ ഡിഫറെന്റ് ടൈപ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ യൂണിയനുകൾ വെച്ച് വരാറില്ല. സോ ജസ്റ്റ് മനസ്സിലാക്കി തന്നെ നോക്കാം. ഒന്ന് വായിച്ചു നോക്കാം. ണോ? അടുത്തതിലേക്ക് പോകാം.
ഓക്കെയാണോ? യൂണിയൻ വന്നപ്പോഴേക്കും ടഫായി തോന്നിയോ? ഇച്ചിരി ടഫാണ്. ടൈപ്സ് ഓഫ് യൂണിയൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് നോക്കാം. അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. ാണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് എ യൂണിയൻ ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. അതിന്റെ മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ ഘടനയിൽ അല്ലെ, അതിന്റെ ആ ഒരു മെമ്പർഷിപ്പിന്റെ ഘടനയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ യൂണിയൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ക്രാഫ്റ്റ് യൂണിയൻസ്, ജനറൽ യൂണിയൻസ്, ഇൻഡസ്ട്രിയൽ യൂണിയൻസ്, സ്റ്റാഫ് യൂണിയൻസ്. ഓക്കെ, 4 യൂണിയനുകളാണ് മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ ബേസിലുള്ള യൂണിയൻ എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ ബേസിലുള്ള യൂണിയന്റെ ഫസ്റ്റ് വൺ പറയുന്നത് ക്രാഫ്റ്റ് യൂണിയൻസ്, then second one general unions, then industrial unions and staff unions. നാലെണ്ണമാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ക്രാഫ്റ്റ് യൂണിയൻസ്. എന്താണ് ക്രാഫ്റ്റ് യൂണിയൻസ് എന്ന് പറയുന്നത്? ഓക്കെ, അതില് നോക്കാം ഒരു തൊഴിലുകളൊക്കെ ചെയ്യുന്നവര് അല്ലെ, അവര് അവരുടേതായിട്ട് ഇപ്പൊ ഒരാൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം ഒറ്റയ്ക്ക് ചെന്ന് തൊഴിലുടമയോട് പറഞ്ഞാൽ ചിലപ്പോൾ അവരത് കേൾക്കണമെന്നില്ല അല്ലെ. അതേസമയം ഈ പ്രശ്നം തന്നെ വിവിധ വിഭാഗക്കാർക്ക് അനുഭവപ്പെടുമ്പോൾ അല്ലെ, തൊഴിലാളിപ്പോ ഡ്രൈവർമാർ അല്ലെ, അവര് കോമൺ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നൈറ്റ് ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡേ അവർക്ക് ലീവ് കൊടുക്കണമെന്നൊക്കെ. കാരണം ഉറക്കം നിന്ന് അല്ലെ അവര് ഡ്യൂട്ടി ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ചിലപ്പോൾ അടുപ്പിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അവർ ചിലപ്പോൾ ലീവൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് ചിലപ്പോൾ ബാർഗെയിൻ ചെയ്യണമെങ്കിൽ ഒന്നിച്ച് നിന്നിട്ട് ബാർഗെയിൻ ചെയ്യണം അല്ലെ. അവരുടെ സാലറി പ്രശ്നമായിക്കോട്ടെ, അവരുടെ ഒഴിവ് പ്രശ്നമായിക്കോട്ടെ, അവരുടെ ടൈം ഷെഡ്യൂളിംഗ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നിച്ച് നിന്ന് ബാർഗെയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് ഒരു പോസിബിൾ ആയിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് അല്ലെ ഒരു നിലപാടുണ്ടാവും. സോ അത്തരത്തിലുള്ള മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ അംഗങ്ങളുടെ ആ ഒരു ഘടന അനുസരിച്ചിട്ട് ഉള്ള യൂണിയനുകളാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കാം ക്രാഫ്റ്റ് യൂണിയനിൽ പറയുന്നത് being constituted by employees of a similar craft, specialization or occupation. Crafts union is the simplest kind of a trade union. Okay, ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഒരു ജോലി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തൊഴിൽ ചെയ്യുന്നവർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. നമുക്കറിയാം സ്പെഷ്യൽ നോളജ് അതിന് വേണം. ഒരു ടെക്നിക്കൽ ആണെങ്കിലും ഒരു മെമ്പേഴ്സ് അല്ലെ, അവരുടെയൊക്കെ സ്പെഷ്യൽ നോളജ് തന്നെ തന്നെയായിരിക്കും അവർ ആ ഡ്യൂട്ടി ചെയ്യുന്നത്. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ ഓക്യുപ്പേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ അത് ഒന്നിച്ച് നിന്ന് ബാർഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ യൂണിയനുകൾ ഫോം ചെയ്യുന്നത്. അവർ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഇൻ വാട്ട് ഇൻഡസ്ട്രി ഓർ ട്രേഡ് ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ. എന്ത് ഇൻഡസ്ട്രി ആണെങ്കിലും ഇൻവോൾവ്ഡ് എന്നല്ല, അവരുടെ ഓക്യുപ്പേഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. Such unions are popularly called horizontal unions. അതിന് മറ്റൊരു പേര് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ യൂണിയൻ എന്നാണ്. അപ്പൊ അത് മാറിപ്പോകേണ്ടത് കാരണം വെച്ചാൽ വെർട്ടിക്കൽ യൂണിയൻ എന്നുള്ള ഇൻഡസ്ട്രിയൽ യൂണിയൻസ് ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ അത് ഓർത്ത് വയ്ക്കുക. ക്രാഫ്റ്റ് യൂണിയൻസിന്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ യൂണിയൻസ് എന്ന് പറയുന്നത്. കാരണം ഒരേ ഓക്യുപ്പേഷൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ അല്ലെ. ദ മെയിൻ ലോജിക് ബിഹൈൻഡ് ദ എമർജൻസ് ഓഫ് സച്ച് യൂണിയൻ is that workers, especially of a non-managerial nature of the same craft or a profession, have a similar issues. Okay, നമുക്കറിയാം ചിലപ്പോ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മറ്റുള്ളവർക്കൊന്നും ഇദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. കാരണം ഇത് ഈ ഓക്യുപ്പേഷൻ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുകൾ വരുന്നത് അല്ലെ. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ വേറെ ബുദ്ധിമുട്ടുകൾ സഫർ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിലപാടുകളുള്ളത് കൊണ്ട് ചിലപ്പോൾ കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് നേരം നിന്ന് കൈകാര്യം ചെയ്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് അവരുടെ പലതരത്തിലും എന്താണ് വർക്കിലോട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. എനിവേ അവർക്ക് മാത്രം സിമിലർ ആയിട്ട് അതേ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ കിട്ടുന്ന ബുദ്ധിമുട്ടുകൾ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി അവിടെ ഒന്നിച്ച് നിന്ന് ബാർഗെയിൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ പറയുന്നുണ്ട് എസ്പെഷ്യലി ഓഫ് നോൺ മാനേജീരിയൽ നേച്ചർ ഓഫ് ദ സെയിം ക്രാഫ്റ്റ് ഓർ പ്രൊഫഷൻ ഹാവ് similar issues. Some examples of craft unions are drivers association, labor association, etc. Okay, drivers in the യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവരുടെ വാഹനം ഓടിക്കുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ യൂണിയൻ ഒന്നിച്ച് ഫോം ചെയ്തിട്ട്
അവര് എന്തെങ്കിലുമൊക്കെ അല്ലെ ഒന്നിച്ച് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. സോ അത്തരത്തിലുള്ള യൂണിയനുകളെയാണ് എന്ത് പറയുന്നത്, ക്രാഫ്റ്റ് യൂണിയൻസ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ഒക്കെ ഒന്ന് നോട്ട് ചെയ്തേരെ. ഇപ്പൊ അങ്ങനെ പിന്നെ ക്രാഫ്റ്റ് യൂണിയൻസിന്റെ മറ്റൊരു പേരെന്താണെന്നത് നോട്ട് ചെയ്തേരെ. പൊതുസോണൽ യൂണിയൻ എന്നുള്ളതൊക്കെ അവര് പറയാ സിമിലർ ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ ഓർ ഒക്യുപേഷൻ ക്രാഫ്റ്റ് യൂണിയൻ ഇസ് ദ സിംപ്ലസ്റ്റ് കൈൻഡ് ഓഫ് ട്രേഡ് യൂണിയൻ. ഒരേപോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഒരേ തൊഴിൽ കൈകാര്യം ചെയ്യുന്നവര് അവരവരുടെ ഇഷ്യൂസുകൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന യൂണിയനെയാണ് ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ യൂണിയൻസ്. എന്താണ് ജനറൽ യൂണിയൻസ് എന്ന് പറയുന്നത്? General unions when the workers of any industry, location, job or occupations form a union in order to safeguard all the interests of workers. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ വർക്ക് ചെയ്യുന്ന, ചിലപ്പോൾ അവിടെ കമ്പനി ഉണ്ടാവും, ഒരു ഫേം ഉണ്ടാവും, അല്ലെ ഒരു ഓർഗനൈസേഷൻ, ഒരു വ്യത്യസ്ത തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു ലൊക്കേഷനിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഒരുപോലെ തന്നെ ചില ഇഷ്യൂസുകൾ ഉണ്ടാവും, ഫേസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും വെള്ളത്തിന്റെ പ്രശ്നമായിരിക്കാം, അതല്ലെങ്കിൽ പ്രകൃതി ക്ഷോഭത്തിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അല്ലെ? അത് ആ ഏരിയയിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ സ്ഥാപനത്തിലുള്ള വർക്കേഴ്സിനും എഫക്ട് ചെയ്യുന്ന പ്രശ്നം, അല്ലെ? അപ്പൊ ആ ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ഏത് തരം ഡ്യൂട്ടി ആയിക്കോട്ടെ, അവിടെയുള്ള വർക്കേഴ്സിന് ഒരുപോലെ എന്തെങ്കിലും മാറ്റേഴ്സ്, ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഒന്നിച്ചൊറ്റക്കെട്ടായിരുന്നുകൊണ്ട് ബാർഗെയിൻ ചെയ്യാൻ, അല്ലെ? ഒരു ഒരു ഇൻഡസ്ട്രി മാത്രം നിന്ന് ബാർഗെയിൻ ചെയ്യുന്നതും ആ ഏരിയയിലുള്ള എല്ലാവരും ഒന്നിച്ച് നിന്ന് ബാർഗെയിൻ ചെയ്യുമ്പോഴും നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ സാധിക്കും. കാരണം ഒന്നിച്ച് നിൽക്കുമ്പോൾ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ചിട്ട് തന്നെ സൊല്യൂഷൻസ് എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും, അല്ലെ? അവിടെ അത്തരത്തിലുള്ള യൂണിയനുകളെയാണ് നമ്മൾ ജനറൽ യൂണിയൻ എന്ന് പറയുന്നത്. ജനറൽ ആയിട്ടുള്ള ഇഷ്യൂ, അല്ലെ? ഒരു ഇൻഡസ്ട്രിക്ക് മാത്രമുള്ള ഇഷ്യൂ ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ അല്ലേ? എന്താണ് ജനറൽ യൂണിയൻ എന്ന് പറയുന്നത്? General unions emerge when the workers of any industry, location, job or occupations form a union in order to safeguard all the interests of workers. എല്ലാ വർക്കേഴ്സിന്റെയും ഇൻട്രസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ഒരു സുരക്ഷയൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന യൂണിയനുകളെയാണ് ജനറൽ യൂണിയൻസ് എന്ന് പറയുന്നത്. അവിടെയും എക്സാമ്പിൾസ് പറയുന്നു. എക്സാമ്പിൾ ഓഫ് ജനറൽ യൂണിയൻ ഇൻ ജംഷഡ്പൂർ. ജംഷഡ്പൂരിലൊക്കെ ഇങ്ങനെ ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും എംപ്ലോയീസിനെല്ലാം തന്നെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് പരിഹരിച്ചിരിക്കുന്നത്. സോ അത്തരത്തിലുള്ള യൂണിയനെ എന്തെന്ന് പറയാം? ജനറൽ യൂണിയൻസ്. ഓക്കെ അല്ലേ? ക്രാഫ്റ്റ് യൂണിയൻസ്, ദെൻ ജനറൽ യൂണിയൻസ്. ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അല്ലെ സിമിലർ ആയിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ, അല്ലെ? അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉള്ള വീണ്ടും ഇൻഡസ്ട്രിയൽ യൂണിയൻസ്. ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറയുന്നത് ഇവിടെ ഇൻഡസ്ട്രിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലെ? ഒരു വ്യവസായ സ്ഥാപനത്തിന് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. നോക്കാം. When the workers from various categories of the same industry join together to form a union, such a union is called an industrial union or vertical union. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഓർ വെർട്ടിക്കൽ യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രി തന്നെയുള്ളതാണ്, പക്ഷെ വ്യത്യസ്ത കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെ? ഇവിടെ നമുക്കറിയാം ഒരു ഇൻഡസ്ട്രി, സെയിം ഇൻഡസ്ട്രി ജോയിൻ ടുഗദർ ടു ഫോം എ യൂണിയൻ, അല്ലെ? When the workers from various categories of the same industries join form a union, such unions called industrial unions or vertical union. Now, the reason behind such union is that workers of the same industry working at different levels are guided under the set of same rules and regulations administered by the same management and have almost the same programs. Examples of these unions are the Unicom Union at Bombay and Rashtriya Millers Sangh. അതായത് ഇതിൽ പറയുന്ന ഒരു കാര്യം, ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്, വ്യത്യസ്ത വിഭാഗത്തിലാണ്, വ്യത്യസ്ത ബ്രാഞ്ചിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ ഇൻഡസ്ട്രിയുടെ കുറെ പ്രിൻസിപ്പിൾസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് അത് ഇഷ്യൂസ് ആണ്, അല്ലെ? ചിലര് എന്താ പറയണ ഇത്രയും ടൈം വർക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും, ചില മാനദണ്ഡങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ അവർ പാലിക്കുന്നുണ്ടാവും. അതിനപ്പുറം ഇവരുടേതായിട്ടുള്ള കുറെ, അല്ലെ? ഈ ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ടുള്ള ചില ചിട്ടാവട്ടങ്ങളൊക്കെ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറെ നിലപാടുകളൊക്കെ
അപ്പൊ അവിടെയുള്ള എല്ലാ വർക്കേഴ്സും അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ എല്ലാവർക്കും ഇത്തരത്തില് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നവരുടെ ബാർഗെയിൻ ചെയ്യും അല്ലെ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് അവേഴ്സ് തന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ സാലറി തരാത്തതിനെ കുറിച്ചോ മതിയായ വർക്കിംഗ് കണ്ടീഷൻസ് തരാത്തതിനെ കുറിച്ചിട്ടൊക്കെ അവര് ഒറ്റക്കെട്ടായിട്ട് കൊണ്ട് തന്നെ നിലകൊണ്ടുകൊണ്ട് ബാർഗെയിൻ ചെയ്യാം. സോ അത്തരത്തിലുള്ള യൂണിയനുകളെയാണ് ഇതിൽ പറയുന്നത് ഇൻഡസ്ട്രിയൽ യൂണിയൻസ്. ഓക്കെ, അവിടെ അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട കാര്യം വേരിയസ് കാറ്റഗറീസ് ഓഫ് ദ സെയിം ഇൻഡസ്ട്രി ജോയിൻ ടുഗദർ ടു ഫോം എ. ഓക്കെ, അത്തരം യൂണിയത്തിന് ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറയുന്നു, മറ്റൊരു പേര് വെർട്ടിക്കൽ യൂണിയൻ. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഓക്കെ, ലാസ്റ്റ് വൺ പറയുന്നത് സ്റ്റാഫ് യൂണിയൻസ്. ഓക്കെ, സ്റ്റാഫ് യൂണിയൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ these unions consist of both the industrial and craft unions. ഇവിടെ ഇൻഡസ്ട്രിയൽ യൂണിയനും ക്രാഫ്റ്റ് യൂണിയന്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്, അതായത് ഒരേ ഒക്യുപ്പേഷൻ ഒരേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞത് അല്ലെ. ഡ്രൈവേഴ്സ് എന്നൊക്കെ ഉള്ളത് ക്രാഫ്റ്റ് യൂണിയനുകളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്, ഹോസ്പിറ്റലിലെ ന്യൂറോളജി ഉണ്ട്, നെഫ്രോളജി ഉണ്ട്, കാർഡിയോളജി ഉണ്ട് അല്ലെ. എല്ലാ അങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളും ഉള്ള വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഓരോ വിഭാഗത്തിനും സൂപ്പർവൈസേഴ്സ് ഉണ്ട്, റിസപ്ഷനിസ്റ്റ് ഉണ്ട്, സ്റ്റാഫുകളുണ്ട്, അസിസ്റ്റന്റ് സ്റ്റാഫുകളുണ്ട് അല്ലെ, ഹെഡ് ഓഫ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാം അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഉണ്ട്. പക്ഷെ വൺ ഓഫ് ദ മെയിൻ ഹോസ്പിറ്റലിന്റെ അണ്ടറിലാണ് ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോ കാർഡിയോളജിയിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടെന്ന് പറഞ്ഞാൽ നെഫ്രോളജി സൂപ്പർവൈസേഴ്സിന്റെ പോസ്റ്റ് ഉണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ വ്യത്യസ്തം അല്ലെ, ഇവരുടെയൊക്കെ പ്രൊഫഷൻ സെയിം ആണ്. സൂപ്പർവിഷൻ അല്ലെ, സൂപ്പർവൈസേഴ്സ് എന്നുള്ള പ്രൊഫഷൻ സെയിം ആണ്. ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു ഹോസ്പിറ്റലാണ്, പക്ഷെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ്. സോ അങ്ങനെ വരുന്നവര് നമുക്കറിയാം ക്ലർക്കന്മാര്, ടെക്നീഷ്യന്മാര്, സൂപ്പർവൈസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്, ഒരേ പ്രൊഫഷനാണ്. സോ അവർക്കും അവരുടേതായ ഇഷ്യൂസുകളുണ്ട് അല്ലെ. സൂപ്പർവൈസേഴ്സിന് ചിലപ്പോൾ ആ ഒരു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള സൂപ്പർവൈസേഴ്സിനൊക്കെ ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഓരോ ഒന്നിച്ചൊക്കെ ഉണ്ടായിട്ട് നിന്നുകൊണ്ട് നമുക്കറിയാം മാനേജ്മെന്റിനെ അറിയിക്കും ചില ബുദ്ധിമുട്ടുകൾ അല്ലെ. അവിടെ ക്ലർക്കന്മാരാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് മറ്റ് സ്റ്റാഫുകൾ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് ആയിക്കോട്ടെ, ക്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ മാനേജേഴ്സ് ആയാലും ആയിക്കോട്ടെ, അവരുടെ സെയിം പൊസിഷനിലുള്ള ഏത് തരത്തിലുള്ള ജോലിക്കാരാണെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ സെയിം പൊസിഷനിൽ വിവിധ ബ്രാഞ്ചുകളിൽ വർക്ക് ചെയ്യുന്നുള്ളൂ, അവർ ഒന്നിച്ചൊക്കെയല്ലേ. ഇപ്പൊ ഒരു സൂപ്പർവൈസർ ഇപ്പൊ എന്താണ് നമ്മള് പറഞ്ഞ മാതിരി കാർഡിയോളജി വിഭാഗത്തിലെ സൂപ്പർവൈസർ ഒറ്റയ്ക്ക് ചെന്നുകൊണ്ട് മാനേജ്മെന്റിന്റെ ഒരു ഇഷ്യൂസ് പറയുകയാണെങ്കിൽ അവരത് മൈൻഡ് ചെയ്യണമെന്നില്ല. അതേസമയം എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ സൂപ്പർവൈസേഴ്സും ഒന്നിച്ച് നിന്നുകൊണ്ട് ബാർഗെയിൻ ചെയ്യാൻ പോകുക ഈ സൂപ്പർവൈസേഴ്സിന്റെ പ്രശ്നം എന്താണ് അല്ലെ. ചിലപ്പോ അവരുടെ സാലറി പ്രശ്നമായിരിക്കാം, ചിലപ്പോ ടൈം ഷെഡ്യൂളിന്റെ പ്രശ്നമായിരിക്കാം, എന്താണ് അല്ലെ, വർക്കിംഗ് കണ്ടീഷന്റെ പ്രശ്നമായിരിക്കാം, എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് അപ്പൊ അവിടെ അതിൽ ഇടപെടാതെ പറ്റാത്ത അവസ്ഥയിലേക്ക് മാനേജ്മെന്റ് വരും. സോ യൂണിയൻ രൂപീകരിക്കുന്നത് നമുക്കറിയാം, ഇവിടെ പറയുന്നത് സ്റ്റാഫ് യൂണിയൻ ആണ്. ദീസ് യൂണിയൻസ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഇൻഡസ്ട്രിയൽ ആൻഡ് ക്രാഫ്റ്റ് യൂണിയൻ. രണ്ടിന്റെയും നേച്ചർ അവിടെ വരുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ തന്നെയുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള യൂണിയൻ ആണ്. അതേപോലെ തന്നെ ക്രാഫ്റ്റ് യൂണിയൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, ഒരു പ്രൊഫഷൻ തന്നെ ഉള്ള വർക്കേഴ്സ് ആണ് ഇവിടെ ഒന്നിച്ചു കൂടുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ളവരാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. These unions generally employ members in a position like a clerk, technician, supervisors, computer operators, then draftsmen, managers, etc. Employees working in the health and service are also permitted to join these unions. ഹെൽത്ത് സർവീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇത്തരത്തിലുള്ള യൂണിയനുകളാണ് ഒന്നിച്ച് നിന്നുകൊണ്ട് ബാർഗെയിൻ ചെയ്യാനായിട്ട് പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. Women are also active members of such unions. നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ മെയിൻ ആയിട്ട് അല്ലെ, അവിടെ ലേഡീസ് ആണ് കൂടുതലും ഇത്തരത്തിലുള്ള ജോലികളിൽ വ്യാപകമായത്. സോ അവരൊക്കെ ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ യൂണിയനുകളിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒന്നിച്ചൊറ്റയ്ക്കുണ്ടായിട്ട് നിന്നുകൊണ്ടാണ് അവരുടേതായിട്ടുള്ള ഇഷ്യൂസിനൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. ഓക്കെ, ഫസ്റ്റ് ഹാഫ് യൂണിയൻസും ജസ്റ്റ് ഒന്ന് നോക്കുക എന്താണുള്ളത്. മനസ്സിലായോ ഓരോ യൂണിയന്റെ പ്രത്യേകതകൾ എന്താന്നുള്ളത്? കേൾക്കണോ? ക്രാഫ്റ്റ് യൂണിയൻ എന്താന്ന് നോക്കുക, ജനറൽ യൂണിയൻ, ഇൻഡസ്ട്രിയൽ യൂണിയൻ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ.
ഡിഫറെന്റ് നെയിംസുകള് അതേപോലെ തന്നെ സ്റ്റാഫ് യൂണിയൻ എന്താണെന്നുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകള്? ഒന്നുമില്ല. ചെയ്യണോ? ബൈഹാർട്ടായോ? യൂണിയനുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉറപ്പാണോ? അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിട്ട് നമ്മൾ ഇന്ന് യൂണിയൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. അതില് നമ്മൾ കണ്ടു ട്രേഡ് യൂണിയന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ ആണ്. അതായത് അവരുടെ യൂണിയനിലെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന തൊഴിലാളികളുടെ ഘടനയനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ 4 തരത്തിലാണ്: ക്രാഫ്റ്റ് യൂണിയൻസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് സ്റ്റാഫ് യൂണിയൻ, ജനറൽ യൂണിയൻ. ജനറൽ നമുക്കറിയാം ഇൻഡസ്ട്രിയലും ക്രാഫ്റ്റ് നേച്ചർ ആയിട്ടുള്ള രീതിയിലുള്ള യൂണിയനുകളാണ് പറയുന്നത്. സ്റ്റാഫ് യൂണിയനിൽ പറയുന്നത് നമ്മൾ കണ്ടു എന്താണ് റിഫോമിസ്റ്റ് യൂണിയൻ ആൻഡ് റെവല്യൂഷണറി യൂണിയൻ. റിഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു എന്താണ് അതിൽ 2 യൂണിയനുകളുണ്ട്: ബിസിനസ് യൂണിയൻ ആൻഡ് അപ്ലിഫ്റ്റ് ഫ്രണ്ട്ലി യൂണിയൻ. റെവല്യൂഷണറി യൂണിയനിൽ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. അനാർക്കിസ്റ്റ് പൊളിറ്റിക്കൽ യൂണിയൻ ആൻഡ് പ്രിഡേറ്ററി യൂണിയൻ. പ്രിഡേറ്ററി യൂണിയനിൽ നമ്മൾ 2 വിഭാഗങ്ങളെ കണ്ടിരുന്നു. ഡിപെൻഡന്റ് യൂണിയൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഏതെങ്കിലും യൂണിയൻ മനസ്സിലാവാത്തതുണ്ടോ? ആ സ്ട്രക്ചർ ആ ഒരു ഡയഗ്രാം ഒന്ന് മനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കാൻ. കാരണം അതേത് അതിൽ പെടാത്തത് പെടുന്നത് എന്നൊക്കെ രീതിയിൽ ഓരോ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഒക്കെയാണോ? നമുക്ക് ഇങ്ങനെ ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ഭാഗം എന്നുള്ളത് എന്താണ് പ്രോബ്ലംസ് ഓഫ് ട്രേഡ് യൂണിയൻ ആണ്. അതുപോലെ കഴിഞ്ഞ് നമുക്ക് കളക്റ്റീവ് ബാർഗൈനിങ്ങിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി എടുക്കാനുള്ള ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ? അല്ലെ, ഒരു ചാപ്റ്റർ അതിന്റെ മാത്രമല്ലേ എടുക്കാനുള്ളൂ? ആണോ? നാളെ ആരും എടുത്തു തുടങ്ങിയിട്ടില്ലല്ലോ. ഓർമ്മയുണ്ടോ? എല്ലാ ചാപ്റ്ററും തുടങ്ങിയോ? ലാസ്റ്റ് ചാപ്റ്റർ എടുത്തോന്നാണ്. സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, ഞാൻ ഈ ചാപ്റ്റർ നമ്മുടെ ഏതായാലും കളക്റ്റീവ് ബാർഗൈനിങ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. പാർലമെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണോ? എല്ലാവരും ക്ലാസ് ഉണ്ട് കേട്ടോ, നമുക്ക് ഒരുപാട് ക്ലാസ് കിടക്കുന്നുണ്ട്. എന്നാലും കളക്റ്റീവ് ബാർഗൈനിങ് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പോർഷനാണ്. ട്രേഡ് യൂണിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്താന്നുള്ളത് മൈൻഡിലേക്ക് ഉണ്ടാകുന്നത് എളുപ്പത്തില് മനസ്സിലാക്കാൻ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിന്റെ അല്ലെ
കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ വിലപേശി അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. സോ അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നീങ്ങി പോകാനുള്ള ചാൻസ് ആണ് ഉള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അതില് നമുക്കിനി നെക്സ്റ്റ് എടുക്കാനുള്ളത് ട്രേഡ് യൂണിയന്റെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസിൽ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. മേജർ പ്രോബ്ലംസ് വിച്ച് ആർ ഫേസ്ഡ് ബൈ ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് ആർ കാറ്റഗറൈസ്ഡ് ബിലോ. മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലെ, അതില് കുറച്ച് പ്രോബ്ലംസുകളുണ്ട്. ട്രേഡ് യൂണിയനുകളുടെ ഈ ഇടപെടൽ കൊണ്ട് നമ്മളിപ്പോ കണ്ടപ്പോ കുറച്ച് മനസ്സിലായി അല്ലെ, ചിലതൊക്കെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള യൂണിയന്റെ നിലപാടുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യാനതൊക്കെ ആയിട്ട് വരും. അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ഔട്ട്സൈഡ് നേച്ചർ. യൂണിയനുകള് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരിക എന്ന് പറയുമ്പോൾ അവരുടെ യൂണിയന്റെ ആ ഒരു നേച്ചർ പോലെ തന്നെ അവരുടെ എംപ്ലോയീസിന്റെ അമൃതമാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ അവിടെ നോക്കാം. മോസ്റ്റ് ഓഫ് ദ ട്രേഡ് യൂണിയൻസ് ഇൻ ഇന്ത്യ ഹാവ് ഓൾവേസ് ഗോട്ട് ലീഡർഷിപ്പ് ഫ്രം ഔട്ട്സൈഡ് ദെയർ സിസ്റ്റം. ഓക്കെ, മിക്കവാറും ട്രേഡ് യൂണിയനുകളൊക്കെ ഉള്ള കമ്പനികളുടെ ഒക്കെ ലീഡർഷിപ്പ് ഒക്കെ ഔട്ട്സൈഡിൽ നിന്നായിരിക്കും. എന്ന് വെച്ചാൽ മേലോട്ട കാര്യം, കാരണം പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സ്വന്തം ശക്തി ഉപയോഗിച്ചിട്ടായിരിക്കും മൂവ്മെന്റ് ഒക്കെ. The leadership is drawn from different political parties. തീർച്ചയായിട്ടും ലീഡർഷിപ്പ് ഒക്കെ ഏതെങ്കിലും പാർട്ടിയുടെ പിൻബലത്തിലായിരിക്കും അവിടെ ചെയ്യുന്നത് അല്ലെ, ശരിയല്ലേ? ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീന ശക്തിക്ക് ഉണ്ടാവില്ലേ യൂണിയനുകൾക്ക്? ഉണ്ടാവോ? ശരിയാണോ? ആരെങ്കിലും ഏതെങ്കിലും സ്വാധീന ശക്തി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ചോദിച്ച ചോദ്യം എന്താണെന്ന് മനസ്സിലായോ? അതായത് യൂണിയനുകൾ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും സ്വാധീന ശക്തികൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, ഉണ്ട് അല്ലെ? നമുക്കറിയാം പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീന ശക്തി അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ഔട്ട്സൈഡ് നേച്ചർ. മോസ്റ്റ് ഓഫ് ദ ട്രേഡ് യൂണിയൻസ് ഇൻ ഇന്ത്യ ഹാവ് ഓൾവേസ് ഗോട്ട് എ ലീഡർഷിപ്പ് ഫ്രം ഔട്ട്സൈഡ് ദിയർ സിസ്റ്റം അല്ലെ. അവരുടെ സിസ്റ്റത്തിന് പുറത്തു നിന്ന് തന്നെ ഇന്ത്യയില് ഇങ്ങനത്തെ ഒരു യൂണിയന്റെ ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് അതിൻ്റെതായിട്ടുള്ള ഇൻവോൾവ്മെന്റ് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും. The leadership is drawn from a different political parties. തീർച്ചയായിട്ടും ഈ ഒരു സ്വാധീന ശക്തി പൊളിറ്റിക്കലിന്റെ ഒരു സ്വാധീന ശക്തി തന്നെയാണ്. ട്രേഡ് യൂണിയൻ were brought into existence by political parties of India, which played a crucial role from outside to lead the trade unions. നമുക്കറിയാം ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു നിലപാടായിരിക്കും അല്ലെ. ഈ പൊളിറ്റിക്കൽ സ്വാധീന ശക്തി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു നിലപാട് എടുത്തുകൊണ്ടായിരിക്കും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അവരവരുടേതായിട്ടുള്ള ആക്ടിവിറ്റിയിൽ ഇൻവോൾവ്മെന്റ് ആവുന്നത് അല്ലെ. The main problem with this affiliation is that these political parties look for their own interest rather than protecting the workers' right and addressing their grievances. ഓക്കെ, ഇതില് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ സ്വാധീന ശക്തി ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും എന്താണ്, എംപ്ലോയിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും അപ്പുറം പൊളിറ്റിക്കൽ സ്വാധീന ശക്തിക്ക് പൊളിറ്റിക്കലിൻ്റെതായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യം അല്ലെ, അത് അവരുടെ കാര്യങ്ങൾക്ക് അല്ലെ ഒരു പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾക്കായിരിക്കും പ്രിഫറൻസ് വരിക. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ഔട്ട്സൈഡ് നേച്ചർ എന്ന് പറയുമ്പോൾ ചില ഇൻഡസ്ട്രിയിലൊക്കെ പുറത്തുനിന്ന് ഔട്ട്സൈഡേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവാനായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ സ്വാധീന ശക്തി ഉണ്ടായിക്കോട്ടെ, ഓക്കെ, അതിനപ്പുറം നമുക്കറിയാം തൊഴിലാളികളുടെ ക്ഷേമത്തിനേക്കാൾ ഉപരി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ, അവരുടെ ചിലപ്പോൾ അംഗീകാരം, അവരുടെ എല്ലാവരുടെയും ഇടയിലുള്ള പേരുകള് കൊടുക്കാനായിട്ടുള്ള അല്ലെ, അവരുടെ ആ യൂണിയന് ഇച്ചിരി കൂടി പിൻബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുത്ത് അവിടെ നിലനിർത്തിക്കൊണ്ടുപോയത്. സോ നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. കാരണം അവരുടെ സ്വാധീന ശക്തിക്കാണ് വില കൂടുതലായിട്ട് മാറ്റി കൂട്ടുന്നത് അല്ലെ. എംപ്ലോയിയുടെ ആഗ്രഹത്തിനേക്കാൾ അപ്പുറം പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാവുമ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരും. ഒരു പോയിന്റ് മാത്രം ജസ്റ്റ് ഞാൻ എടുക്കുന്നുള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോബ്ലംസ് ഓഫ് ട്രേഡ് യൂണിയൻസ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ?
എന്തെങ്കിലും വിഭാഗം പ്രവൃത്തികളുണ്ടോ? ചോദിക്കാം. എന്തെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? ആണോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഡിപെൻഡന്റ് യൂണിയൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. Dependent unions, according to Professor Huxley, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് there is one more or union which is known as a dependent union. അല്ലെ, one more type of unions which is known as a dependent union. അല്ലെ, ഇതിലിപ്പോ ഒരു യൂണിയൻ ഇതിന്റെ ടൈപ്പ് ആയിരിക്കാം പകുതി കാണിക്കുന്നത്. അല്ലെ, പകുതി വിഭാഗം ചിലപ്പോൾ എംപ്ലോയറിനോട് ചേർന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അവർക്ക് ഹാർഷായിട്ടുള്ള സ്വഭാവം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് അവർക്ക് ഒരേപോലത്തെ സ്വഭാവമല്ല. ഈ പറഞ്ഞ ഗറില്ല യൂണിയന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരുന്നു, അവര് നോൺ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് അവിടെ കാണിക്കുന്നത്. അതായത് തൊഴിലുടമയോട് ചേർന്നതിൽ ഒരു ചർച്ചയ്ക്കും അവർ തയ്യാറല്ല. അവരുടെ ആവശ്യം എന്താണോ, ഇത്രയും പ്രൊഡക്ഷൻ ഉത്പാദിപ്പിച്ച ഇത്ര സാലറി ഇവർക്ക് കിട്ടിയിരിക്കണം, അതിനപ്പുറം വേറൊരു നിലപാടുണ്ട്, ഒരു കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറല്ല. ആ ഒരു നിലപാടെടുക്കുന്നവരാണ് ഗറില്ല യൂണിയന്റെ ആൾക്കാർ, അല്ലെ, ആ ഒരു യൂണിയൻ. അപ്പൊ ഇവിടെ ഡിപെൻഡന്റ് യൂണിയൻ പറയുന്നത് കുറച്ച് ഭാഗം മറ്റേതാവാം, വലിയ കുഴപ്പമില്ലാതെ തൊഴിലുടമയോട് ചേർന്നതിൽ, അല്ലെ, ആ ഒരു രീതിയിലുള്ള നിലപാടുകളുണ്ട്. കുറച്ച് ഭാഗം കുറച്ച് എന്താ പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസികളോ ഫോളോ ചെയ്ത് പോകാം എന്നൊരു മനോഭാവം കാണിക്കുന്ന ഒരു യൂണിയനാണ് ഡിപെൻഡന്റ് യൂണിയൻ. അതാണ് Professor Huxleyയുടെ അഭിപ്രായം. There is one more type of union which is known as a dependent union. രണ്ട് അല്ലെ, ഒന്നോ അതിലധികമോ യൂണിയന്റെ ഒരു നേച്ചറാണ് അവിടെ കാണിക്കണമെങ്കിൽ അത് ഡിപെൻഡന്റ് യൂണിയൻ ആണ്. ഈ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സച്ച് യൂണിയൻ ഈസ് ദാറ്റ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ എനി അതർ ഫോംസ് ഓഫ് യൂണിയൻസ് either fully or partially. അതാണ് ആ പോയിന്റ്സ് വെച്ചാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഫുള്ളി ഒരു യൂണിയന്റെ ഒരു നേച്ചർ ആയിരിക്കണം കാണിക്കേണ്ടത്, അതല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു പകുതി വിഭാഗം, അല്ലെ, നമ്മൾ കോർപ്പറേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അന്ന് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന യൂണിയൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ഉണ്ട്, അല്ലെ. അങ്ങനെ ഒരു നേച്ചറൊക്കെ ആണെങ്കിലും അത്തരത്തിലുള്ള യൂണിയനുകളാണെങ്കിൽ ഡിപെൻഡന്റ്. കാരണം ഒന്നിലധികം യൂണിയന്റെ നേച്ചറാണ് അവിടെ കാണിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെയാണോ? ഓക്കെ, അതിന്റെ സവിശേഷതയിൽ നിന്നാണ് നമ്മളത് പഠിക്കേണ്ടത്. Key characteristics of such union is that it depends on any other forms of unions, either fully or partially. അല്ലേ, അവിടെ ഒന്നില്ലെങ്കിൽ ഒരു യൂണിയന്റെ നിലപാട് തന്നെയാണ് അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിലധികം യൂണിയന്റെ നിലപാടുകളാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഗറില്ല യൂണിയൻ പറയേണ്ടതുണ്ടോ? ഗറില്ല യൂണിയന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ജസ്റ്റ് എന്താണ്, ഹോൾഡപ്പ് യൂണിയന്റെ പോലെ ഒത്തൊരുമയോടുകൂടി നിന്നിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അല്ല, അല്ലെ, ഓഫ് നോൺ കോർപ്പറേഷൻ വിത്ത് മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. മാനേജ്മെന്റ് ആയിട്ട് യാതൊരു സഹവർത്തിത്വത്തിനും തയ്യാറല്ല. നേരത്തെ പറഞ്ഞ മാത്രമല്ല, അവര് സർവീസ് ചെയ്ത്, അല്ലെ, ഇപ്പൊ എന്തെങ്കിലും സർവീസിനുള്ള കൂലിയാണ് എംപ്ലോയീസ് ചോദിക്കണമെങ്കിൽ ആ സർവീസ് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനനുസരിച്ചുള്ള കൂലി, അല്ലെങ്കിൽ അവർക്ക് ഇതിനനുസരിച്ചുള്ള വർക്കിംഗ് കണ്ടീഷൻ വേണം, അല്ലെങ്കിൽ ലീവ് ആവശ്യമാണ്, അല്ലെ, അത് എങ്ങനെയെങ്കിലും സാധിച്ചു കൊടുത്തിരിക്കണം. ആ ഒരു നിലപാടാണ് അവിടെ വരുന്നത്. അതിനപ്പുറം ഒരു ചർച്ചകൾക്ക്, അല്ലെ, ഇവിടെ പറയുന്നുണ്ട് യൂണിയൻ വർക്ക് ഫോൺ അൺഡിസ്ക്ലോസ്ഡ് ആൻഡ് ഫയർസ് മെത്തേഡ് ഓഫ് നെഗോഷിയേഷൻ. ചർച്ചയ്ക്കൊന്നും അവര് തയ്യാറല്ല. These unions are opposite to that hold-up unions, as they always operate against the employers. തൊഴിലുടമയ്ക്ക് against ആയിട്ടാണ്, അല്ലെ, എന്തെങ്കിലും നിലപാടുകൾ ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ശക്തിയോട് കൂടിയിട്ടായിരിക്കും ഇവര് പ്രാപ്തമാകുന്നത്. Okay, the leaders of such unions are dishonest, untrustworthy, irresponsible, and tough in attitude. അവരുടെ മനോഭാവങ്ങളെല്ലാം ഇച്ചിരി ടഫായിട്ട്, അല്ലെ, അവര് നമുക്കറിയാം ചിലപ്പോൾ സത്യസന്ധമല്ലാത്ത രീതിയൊക്കെ അവലംബിക്കുന്ന ഒരു നേച്ചറായിരിക്കും ആയിരിക്കും, അല്ലെ. അപ്പൊ പേടിച്ചിട്ടാണെങ്കിലും തൊഴിലുടമ ചില കാര്യങ്ങളൊക്കെ അവിടെ ഫേവറബിളാക്കി വോയിസിനെ അനുകൂലമാക്കി കൊടുക്കേണ്ടതായിട്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള യൂണിയനുകളാണ് അവിടെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്കറിയാം വോയിസിന് സംരക്ഷണം കിട്ടും. പക്ഷെ
അവിടെ നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കില്ല, ഒരു നല്ല സത്യസന്ധമായ ഒരു നിലപാടുകൾ എടുത്തെന്നായിരിക്കില്ല ചിലപ്പോൾ മൂവ്മെന്റ് മുന്നോട്ട് പോകും. ചിലർക്കൊക്കെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് അല്ലെ, ആ ഒരു എംപ്ലോയീസിനോട് ചില നിലപാടുകളൊക്കെ എടുത്ത് പോകുന്ന ഒരു രീതിയായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള യൂണിയനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? പക്ഷെ ഇവിടെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ടത് വോയിസിന് ഫുൾ സപ്പോർട്ടീവ് ആയിട്ടാണ് ഈ യൂണിയനുകൾ അവിടെ നിലനിൽക്കുന്നത്. ഓക്കെയാണോ? യൂണിയന്റെ പ്രത്യേകത മനസ്സിലായോ? നമ്മുടെ നാടുകളിലൊന്നും എല്ലാം ചിലപ്പോ ഇങ്ങനെയുള്ള യൂണിയനുകളൊക്കെ ഉണ്ടാവണമെന്നില്ല. ഓരോ കൺട്രിക്കും ഓരോ കൺട്രിയുടെ നേച്ചർ അനുസരിച്ചുള്ള യൂണിയനുകളായിരിക്കും അല്ലെ. എല്ലായിടത്തും ഈ യൂണിയനുകളൊന്നും ചിലപ്പോൾ ഫേവറബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. നമുക്കറിയാം മോസ്റ്റ്ലി അല്ലെ നമ്മുടെയൊക്കെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നേഷനൊക്കെ ആയതുകൊണ്ട് ചില യൂണിയനുകൾക്ക് ഒന്നിച്ച് പോകാനായിട്ടുള്ള നിലപാടുകളൊക്കെ തന്നെയായിരിക്കും സ്വീകരിച്ച് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെയാണോ? ഇനി എന്തെങ്കിലും ഡൗട്ട്? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.